ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓണം സ്പെഷ്യൽ ബ്ലൗസ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നതിൻ്റെ ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ നെക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് വരുമ്പോൾ നമ്മൾ ഹാഫ് പോർഷൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ബാക്കി ഹാഫ് പോർഷൻ നമ്മൾ സാരി വെച്ച് ഇങ്ങനെ കവറായി വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫ് പോർഷനിലാണ് നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ ഒരു സ്റ്റോൺ വെക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെക്കുന്നുണ്ട്. ഈ താഴത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷ്മി കോയിനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കോയിൻ വെച്ച് നമ്മൾ ഈ ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്ക് എത്രയാണോ വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഹാഫാണ് ചെയ്യുന്നതെന്ന്, അതനുസരിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം വർക്ക് തന്നെയാണ് സ്ലീവിൽ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് ഡിസൈൻ വരുന്നത്. സ്ലീവിൻ്റെ താഴത്ത് ഇതുപോലെ ചെറിയൊരു സ്റ്റോൺ വെക്കുന്നുണ്ട്. കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മേളിലായിട്ട് 2 ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ വർക്ക് തന്നെ നമ്മളിതുപോലെ സ്പ്രെഡിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഞാനിത് മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാവേ. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിതുപോലെയുള്ള ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, നമുക്ക് ലക്ഷ്മി കോയിൻസ് വേണമെന്ന് പറഞ്ഞല്ലോ, ലക്ഷ്മി കോയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്കിതുപോലുള്ള മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ കോയിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റോൺ ആണ് കേട്ടോ. ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ നമ്പർ 12. പിന്നെ നമുക്ക് മെറ്റീരിയലിൻ്റെ സെയിം കളർ സൂയിങ് ത്രെഡ്. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു സിൽക്ക് ബ്ലെൻഡായിട്ട് വരുന്ന മെറ്റീരിയലാണേ. അപ്പോൾ നല്ലൊരു ഓണം കോസ്റ്റ്യൂമായിട്ടാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിവിടെ ഗമ്മ് വേണം കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗമ്മ് എന്ന് പറയുമ്പോൾ B6000 ആണ് കേട്ടോ. ഈ നമ്മുടെ B6000 ഇല്ലാത്തവർ നമ്മുടെ നോർമൽ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ എടുത്താലും മതി കേട്ടോ. ഇത് കുറച്ചുകൂടെ നല്ലതാണ്. പെട്ടെന്ന് വാഷ് ചെയ്താലും ഇളകി പോരത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാനായിട്ടാണ് ഇവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോർമൽ ഫാബ്രിക് ഗ്ലൂവിൻ്റെ ഗമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സ്റ്റോൺ ഒട്ടിച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. ഇതിപ്പം ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് പോരുവാണ്. ഈ ഗമ്മ് കുറച്ച് നല്ലതാണ്, പെട്ടെന്ന് ഇളകി പോരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റോണിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 13 ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷുഗർ ബീഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളേ. അപ്പോൾ 2-3 ബീഡ് ഇടവിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോൺ വെച്ച് എടുത്തിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓരോ കോയിൻ വെച്ച് കൊടുക്കാവേ.
ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഒരു 4-5 പ്രാവശ്യം ലോക്ക് കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ ഈ കോയിൻ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്യുവാണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കോയിൻ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ നെക്ക് റൗണ്ട്, അതായത് നെക്കിൻ്റെ ഹാഫ് പോർഷനെ നമ്മൾ ചെയ്യുന്നുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ ഈ നെക്കിൻ്റെ ഈ ഹാഫ് പോർഷൻ വരെയും ചെയ്തു പോരുക. സ്റ്റോൺ വയ്ക്കുക, കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വയ്ക്കുക, നമ്മുടെ ഈ കോയിൻസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നെക്ക് പോർഷൻ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വർക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇതുപോലെ ഗം വെച്ച് ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുക, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു 13 ഷുഗർ ബീഡാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം 2 ഷുഗർ ബീഡ് ഒരു ലൈൻ വരച്ചിട്ടില്ലേ, അതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ വെച്ചെടുത്തിട്ട് മേളിലോട്ട് 2 ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സുകൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുന്നു, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞു തന്നത്. സ്ലീവ് വളരെ ഈസിയാണ്. നമ്മളിത് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ. 2 ഷുഗർ ബീഡ് വയ്ക്കുക, പിന്നെ നമ്മുടെ 2 സ്ലീവിലും ഈ ഒരു ഫ്ലവർ സ്പ്രെഡിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലക്ഷ്മി കോയിൻ ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോൺ വെച്ച് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് കൊടുക്കുക, നമ്മൾ കോയിൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിൽ ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടല്ലോ, സ്റ്റോൺ വെച്ച് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ എടുത്ത് മേളിലോട്ട് 2 ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കേരള സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കണേ, എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.